Blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിൽ ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ സഹാരി എന്നുള്ളത്, നമ്മുടെ സാമ്പത്തിക സഹാരി എന്നുള്ളത് USA-യിൽ നിന്ന് നിതിൻ വിൻസ്റ്റൺ, അതുപോലെ തന്നെ നെല്ലൂരിൽ നിന്ന് എലിസബത്ത് ബാബു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, നിതിൻ വിൻസ്റ്റന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പരീക്ഷയിൽ കർത്താവെ ഒരു നല്ലൊരു സ്കോർ ഉണ്ടാകുവാനായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ തന്നെ സെറീൻ സുരേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗവൺമെൻറ്റിൽ കർത്താവെ PGക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു സീറ്റ് ആ വ്യക്തിക്ക് കർത്താവെ അങ്ങ് റിസർവ് ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നെല്ലൂരിൽ നിന്നുള്ള എലിസബത്ത് ബാബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൾ ബബിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സമാധാനവും അതുപോലെ തന്നെ കുടുംബജീവിതത്തിലെ സംതൃപ്തിയും അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ കർത്താവെ. അതുപോലെ തന്നെ കർത്താവെ, എല്ലാവിധമായ അനുഗ്രഹങ്ങൾ കർത്താവ് ഇപ്പോൾ ജനിച്ചിരിക്കുന്ന പൈതലിൻ്റെ മേൽ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിന് ഈ രണ്ട് വ്യക്തികളോടും അവരുടെ കുടുംബാംഗങ്ങളോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുന്നു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കണ്ണൂർ ആഗസ്റ്റ് 4 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പാപ്പിനിശ്ശേരി കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയം, കല്യാശ്ശേരി, കണ്ണൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സുൽത്താൻ ബത്തേരി ആഗസ്റ്റ് 5 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ, സുൽത്താൻ ബത്തേരി. ഈ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ വലിയ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ആരാധിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവം എന്നെ സഹായിച്ചു. എൻ്റെ ജീവിതത്തിൽ വലിയ ആത്മീയ വർധനവിന് ഇത് ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം കാരണമായി. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം. These are the days God has spoken to us directly, not through any medium, not through any prophet, not through any king, not through any theocratic people. ഇതാ ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മോട് നേരിട്ട് സംസാരിക്കുകയാണ്. ഏതെങ്കിലും പ്രവാചകന്മാരിലൂടെയല്ല, പണ്ഡിതന്മാരിലൂടെയല്ല, ഉന്നത കുലജാതന്മാരിലൂടെയല്ല. ദൈവം നേരിട്ട് നമ്മോട് ഇടപെടുകയാണ്. കേട്ട് അനുഗ്രഹം പ്രാപിക്കും. So you can write down the title. നിങ്ങൾക്ക് ആ തലക്കെട്ട് എഴുതി വെക്കാം. Rightly divide the word. ദൈവവചനം ശരിയായി വിഭജിക്കുക. And you may remember the key verse I gave you, that 2 Timothy chapter 2 and verse number 15. നിങ്ങൾക്ക് ഞാൻ നൽകിയ ആധാര വചനം ഇതായിരുന്നു, 2 തിമോഥെയോസ് 2-ാം അധ്യായം 15-ാമത്തെ വചനം. And let's read that together. നമുക്ക് ഒരുമിച്ച് വായിക്കാം. Be diligent to present yourself approved to God, a worker who does not need to be ashamed, rightly dividing the word of truth. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. Amen. Amen. So what do you mean by dividing the word? ദൈവവചനം വിഭജിക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? Number 1, making into smaller pieces. ഒന്നാമതായി ചെറിയ കഷണങ്ങളായി അതിനെ മുറിക്കുക. When you read a verse, നമ്മൾ ഒരു വചനം വായിക്കുമ്പോൾ don't swallow it as it is, അത് അങ്ങനെ തന്നെ നമ്മൾ വിഴുങ്ങരുത്. but instead divide it into small pieces and try to digest it. അതിന് പകരം അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് അതിനെ കഴിച്ച് ദഹിപ്പിക്കുക. Secondly, it means the distribution of food according to age. രണ്ടാമത്തെ അതിന്റെ അർത്ഥം എന്നത് പ്രായത്തിനനുസരിച്ചുള്ള ഭക്ഷണം വിളമ്പുക. In other words, we cannot feed a babe with big chicken pieces. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഒരു ചെറിയ നവജാത ശിശുവിന് വലിയ ചിക്കൻ പീസുകൾ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. We have to feed that baby with pure milk. നാം ആ നവജാത ശിശുവിന് ശുദ്ധമായ പാലാണ് കൊടുക്കേണ്ടത്. But as the baby grows, എന്നാൽ കുഞ്ഞു വളരുമ്പോൾ we can give that baby, when it becomes a toddler or a teenager or a youth, according to the age, we can give solid food. എന്നാൽ ആ കുഞ്ഞ് നടക്കുവാൻ ആരംഭിക്കുമ്പോൾ, കൗമാരപ്രായം എത്തുമ്പോൾ തൻ്റെ പ്രായത്തിനനുസരിച്ച് കട്ടിയായ ആഹാരം നൽകാൻ കഴിയും. The third meaning is cutting a straight road. മൂന്നാമത്തെ അതിൻ്റെ അർത്ഥം ഇതാണ്, നേരെയുള്ള വഴി ഒരുക്കുക. In other words, when we divide the word, a road should be cut so that
God can walk through it, we can walk through it. അതിൻ്റെ അർത്ഥം ഇതാണ്, നാം ദൈവവചനം വിഭജിക്കുമ്പോൾ ദൈവത്തിനും നമുക്കും അതിലൂടെ നടക്കാവുന്ന നേരായിട്ടുള്ളൊരു പാത ഒരുക്കപ്പെടണം. Fourth meaning is that analyzing the word of God. നാലാമത്തേതിൻ്റെ അർത്ഥം ദൈവവചനം വിശകലനം ചെയ്യുക. We should not just mug up the word of God, but we have to analyze it, contemplate on it, meditate on it, ponder over it, and again, so that we will get the analytical report of the word. നാം ചുമ്മാ ദൈവവചനം അങ്ങനെ തന്നെ നമ്മൾ വിഴുങ്ങാതെ അല്ലെങ്കിൽ അകത്തേക്ക് മുഴുവനായി എടുക്കാതെ അതിനെ വിശകലനം ചെയ്യുക, വിചിന്തനം ചെയ്യുക, ആഴത്തിൽ ചിന്തിക്കുക, ധ്യാനിക്കുക, അതിനെ ഗ്രഹിച്ചെടുക്കുക. And the fifth meaning is very important. അഞ്ചാമത്തെ അർത്ഥം വളരെ പ്രധാനപ്പെട്ടതാണ്. It is dividing the word according to time period. കാലഘട്ടത്തിനനുസരിച്ച് ദൈവവചനം വിഭജിച്ച് നൽകുക. And the fifth one is very, very important. ഇപ്പോൾ ഞാൻ പറഞ്ഞ അഞ്ചാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. This is where so many people commit mistakes. ഇവിടെയാണ് പല ആളുകൾക്കും തെറ്റുപറ്റുന്നത്. They think that the whole Bible we have to obey. Everything commanded in the Old Testament, in the book of Leviticus, the Mosaic law, everything we have to obey. പല ആളുകൾ ചിന്തിക്കുന്നു ബൈബിളിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അനുസരിക്കണം. ലേവ്യ പുസ്തകത്തിലുള്ളത്, മോശ പറഞ്ഞിരിക്കുന്ന ന്യായപ്രമാണങ്ങൾ, അതൊന്നും നമ്മൾ വിടാതെ അനുസരിക്കണമെന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നു. From Adam to the second coming of Jesus and to future eternity, we can divide the whole history of the Bible into different time periods. ആദം മുതൽ യേശു കർത്താവിൻ്റെ രണ്ടാം വരവ് വരെ ബൈബിൾ ചരിത്രത്തെ, മുഴുവൻ ചരിത്രത്തെയും നമുക്ക് പല പല കാര്യങ്ങളായി, പല കാലഘട്ടങ്ങളായി തരംതിരിക്കാൻ കഴിയും. And God was communicating with people of each period. ദൈവം ആ ഓരോ കാലഘട്ടത്തിലെ ആളുകളുമായിട്ട് താൻ സംഭാഷിക്കുകയായിരുന്നു. Some of them are relevant only for the people of that generation, not for us. അതിൽ ചിലവ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്ക് മാത്രം പ്രസക്തമായവയായിരുന്നു. Hallelujah. ദൈവരാജ്യത്തിൻ്റെ തത്വം അത് വർധനവിൻ്റെ തത്വത്തിലാണ് ഇരിക്കുന്നത്. എന്തൊരു കാര്യവും ദൈവരാജ്യത്തിൽ വർദ്ധിക്കപ്പെടും. ബൈബിൾ പറയുമ്പോൾ ഒരു പറ മാവ്, അതിൽ അല്പം പുളിച്ച മാവ് ചേർക്കുമ്പോൾ അത് കൂടുതൽ വർദ്ധിച്ചു വരുന്നു. അതുപോലെ തന്നെ ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ 5000-ലധികം പുരുഷന്മാർ, അതിനേക്കാൾ അധികമായിട്ട് സ്ത്രീകൾ, ഒരുപക്ഷെ അതിനേക്കാൾ അധികമായിട്ട് കുട്ടികൾ, ഏതാണ്ട് 20,000-ലധികം വരുന്നൊരു വലിയ ജനക്കൂട്ടം യേശുവിൻ്റെ അടുക്കൽ വന്നു നിന്നപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 ദിവസമായിട്ട് അവർ യേശുവിനോട് കൂടെ അവൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇത്രയും പേർക്ക് ഭക്ഷണം അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അവരുടെ കയ്യിൽ നിന്ന് തീർന്നു പോയി കാണാം. പിന്നീട് അവിടെ കൊടുക്കുവാൻ മറ്റും നിർവാഹമില്ലാതിരുന്നു. യേശു അവർക്കുള്ള ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി ശിഷ്യന്മാരോട് ആജ്ഞാപിച്ചു. ശിഷ്യന്മാരാകട്ടെ അതിൻ്റെ കണക്കെടുപ്പുകൾ നടത്തിയപ്പോൾ വലിയൊരു തുക ആവശ്യമുണ്ട്. മറ്റൊന്ന്, ഈ ഗ്രാമത്തിൽ ആ ഭക്ഷണം കിട്ടുകയില്ല, അടുത്ത ഗ്രാമത്തിലേക്ക്, ഒരുപക്ഷെ ഗലീല കടൽ കടന്ന് മറ്റൊരു ഗ്രാമത്തിലൊക്കെ പോയിട്ട് വേണം ആ ഭക്ഷണം വാങ്ങുവാൻ പോലും. അങ്ങനെ വലിയൊരു പ്രതിസന്ധി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ ഒരു ബാലകനെ കാണുന്നത്. അവൻ്റെ കയ്യിലിരുന്ന 5 അപ്പവും 2 മീനും. അത് യേശുവിൻ്റെ കയ്യിലേക്ക് ശിഷ്യന്മാർ കൊണ്ടുവന്നു കൊടുത്തു. എന്താണ് സംഭവിച്ചത്? യേശു കർത്താവ് ആ അപ്പത്തെയും ആ മീനിനെയും വാഴ്ത്തി അനുഗ്രഹിച്ചു. അവിടെ ഉണ്ടായിരുന്ന 5000-ലധികം ഉണ്ടായിരുന്ന പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും, ഒരുപക്ഷെ 20,000-ലധികം ജനങ്ങൾ, എല്ലാവരും സംതൃപ്തരായിട്ട് കടന്നുപോയതായിട്ട് നാം വായിക്കുന്നു. എന്ത് മനസ്സിലായി? നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ചെറിയ അപ്പം അല്ലെങ്കിൽ ആ ചെറിയ മീനുകൾ യേശുവിൻ്റെ കയ്യിലേക്ക് നാം കൈമാറുമ്പോൾ അതിനെ കർത്താവിന് വർദ്ധിപ്പിച്ച് അനേകർക്ക് ഒരു അനുഗ്രഹമാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നീട് ആ ബാലൻ എന്ത് സംഭവിച്ചു? പിന്നീട് 12 കൊട്ട ആ അപ്പം നിറച്ചെടുത്തു എന്നൊക്കെ നാം ബൈബിളിൽ വായിക്കുന്നുണ്ട്. നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ളൊരു സംശയം അതൊരു പക്ഷേ ശിഷ്യന്മാർ എടുത്തു കാണുമെന്നായിരുന്നു, 12 ശിഷ്യന്മാർ. എന്നാൽ പിന്നീടുള്ള വേദഭാഗങ്ങളിൽ ഈ 12 ശിഷ്യന്മാർ അടുത്ത മറുകരയ്ക്ക്, അക്കരയ്ക്ക് കടന്നു പോവുകയും ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ്റെ അടുക്കിലേക്ക് കടന്നു പോകുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത്. സോ അവരപ്പം എടുക്കാൻ മറന്നുപോയി എന്നൊക്കെ അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് അവർ അപ്പം എടുത്തില്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ ഈ അപ്പം എവിടെ പോയി? ഞാൻ നിശ്ചയമായും വിശ്വസിക്കുന്നു 5 അപ്പവും 2 മീനും കൊടുത്ത ആ ബാലകന്റെ കയ്യിലേക്ക് തന്നെ, അവൻ്റെ വീട്ടിലേക്ക് തന്നെയായിരിക്കും യേശു കർത്താവ് ആ 12 കൊട്ട അപ്പം മടക്കി കൊടുത്തു വിട്ടത്. ഒരു കാര്യം ഉറപ്പാണ്, യേശുവിന് വേണ്ടി, യേശുവിൻ്റെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ കയ്യിലുള്ളത് അതൊരു ചെറിയ നന്മയാണെങ്കിലും നാം വിതയ്ക്കുമ്പോൾ, നാം കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് അത് അനേകർക്ക് അനുഗ്രഹമായി തീരും, ലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി തീരും. ഒപ്പം ദൈവം അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് വലിയ കുട്ടകളിലാക്കി നമ്മുടെ കയ്യിലേക്ക്
10 മടങ്ങാക്കി, ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 100 മടങ്ങാക്കി ദൈവം നമ്മുടെ കയ്യിലേക്ക് തിരികെ തരും. അതുകൊണ്ട് ഈ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം അനേകായിരങ്ങൾക്ക്, ഒരുപക്ഷെ ലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി ലോകമെമ്പാടും സംപ്രേഷണം ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുവാനുള്ള ചില പങ്കാളികളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇത്തരത്തിൽ ബ്ലെസ്സിംഗ് ടുഡേ പാർട്ട്ണർഷിപ്പ് പ്ലാനിൽ പങ്കെടുക്കുവാനായിട്ട്, പങ്കാളിയാകുവാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മിസ്ഡ് കോൾ അയക്കാൻ മാത്രം ചെയ്താൽ മതി. 0484222133. ദയവായൊരു മിസ്ഡ് കോൾ അയക്കുക. ഞങ്ങളുടെ ശുശ്രൂഷകന്മാർ നിങ്ങളെ തിരിച്ചു വിളിക്കും. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കൂ. യേശു അത് വർദ്ധിപ്പിച്ച് അനേകായിരങ്ങളെ സംതൃപ്തിപ്പെടുത്തട്ടെ. ഒപ്പം അത് 10 മടങ്ങാക്കി നിങ്ങളുടെ കയ്യിലേക്ക് മടക്കി നൽകട്ടെ. Let us read Hebrews chapter number 1 verse number 1 and 2. നമുക്ക് ഒരുമിച്ച് എബ്രായ ലേഖനം 1-ാം അധ്യായം 1-2 വചനങ്ങൾ വായിക്കാം. In the past, God spoke to our ancestors through the prophets at many times and in various ways. But in the last days, He has spoken to us by His Son, whom He appointed heir of all things, and through whom also He made the universe. എബ്രായ ലേഖനം 1-ന്റെ ആദ്യത്തെ 2 വചനങ്ങൾ. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. What is this verse saying? എന്താണ് ഈ വചനം പറയുന്നത്? God in the past history, God used to speak to the people, our ancestors, through prophets at many times and in various ways. ഇതിന്റെ അർത്ഥം ഇതാണ്, ദൈവം പണ്ട് കഴിഞ്ഞ കാലത്തിൽ താൻ ചെയ്തത് നമ്മുടെ പിതാക്കന്മാരോട് പ്രവാചകന്മാരിലൂടെ ഭാഗമായി താൻ സംസാരിച്ചു. And all these prophets, they started like this: thus says the Lord. എല്ലാ പ്രവാചകന്മാരും ഇപ്രകാരമായിരുന്നു, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. They were representing God and they were the spokesmen for God. അവർ ദൈവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട്, ദൈവത്തിന്റെ പ്രതിപുരുഷനായി നിന്നുകൊണ്ട് ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്നവരായിരുന്നു. When we come to the Gospels, എന്നാൽ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, when Jesus is speaking, യേശു സംസാരിക്കുമ്പോൾ, Jesus says, I tell you. യേശു പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു. Verily, verily, I tell you. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. Jesus was speaking to us directly. God was speaking to us directly. ഇതാ യേശു നമ്മോട് നേരിട്ട് സംസാരിക്കുകയാണ്. കർത്താവ് നമ്മളോട് നേരിട്ട് സംസാരിക്കുകയാണ്. So these are the days God has spoken to us directly, not through any medium, not through any prophet, not through any king, not through any theocratic people. ഇതാ ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മോട് നേരിട്ട് സംസാരിക്കുകയാണ്. ഏതെങ്കിലും പ്രവാചകന്മാരിലൂടെയല്ല, പണ്ഡിതന്മാരിലൂടെയല്ല, ഉന്നത കുലജാതന്മാരിലൂടെയല്ല. ദൈവം നേരിട്ട് നമ്മോട് ഇടപെടുകയാണ്. Shout hallelujah. ഉറക്കെ ഒരു ഹല്ലേലൂയ. We are really blessed and privileged people. നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട പദവി ലഭിച്ചവരാണ്. Hallelujah. ഹല്ലേലൂയ. So what God says here is that from time to time in the past, God was speaking to different classes of people in multifarious ways. ദൈവം പറയുന്നത് ഇതാണ്, ആദ്യകാലം മുതൽക്കേ ആ കാലഘട്ടത്തിലുള്ള പലതരത്തിലുള്ള ആളുകളോട് ദൈവം പല രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. Just bring a train into your imagination. നിങ്ങളുടെ സങ്കല്പത്തിലേക്ക് ഒരു ട്രെയിനെ കൊണ്ടുവരാമോ? It has an engine. ആ തീവണ്ടിക്ക് ഒരു എഞ്ചിൻ ഉണ്ട്. And it has different compartments. നിരവധി കമ്പാർട്ട്മെന്റുകൾ ആ തീവണ്ടിക്കുണ്ട്. And we know that in a train there are different classes of compartments. മാത്രമല്ല ഒരു തീവണ്ടിക്കകത്ത് പല തരത്തിലുള്ള കമ്പാർട്ട്മെന്റുകളുണ്ട്. There are third class compartments. തേർഡ് ക്ലാസ് കമ്പാർട്ട്മെന്റ് ഉണ്ട്. Then second class compartment. സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റ് ഉണ്ട്. Second class AC. സെക്കൻഡ് ക്ലാസ് AC ഉണ്ട്. Then first class compartment. ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ് So ഉണ്ട്. there are different categories of compartments. പല തരത്തിലുള്ള കമ്പാർട്ട്മെന്റുകളാണ് ഒരു തീവണ്ടിയിലുള്ളത്. Hallelujah. ഹല്ലേലൂയ. So imagine a train that is traveling from the past eternity to future eternity. ഇപ്പോൾ കഴിഞ്ഞകാല നിത്യതയിൽ നിന്നും ഭാവികാല നിത്യതയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തീവണ്ടി നിങ്ങൾ സങ്കല്പിക്കുക. In the first bogies, the first people, Adam and the following generations. ആദ്യത്തെ ബോഗിയിൽ ഇതാ ആദമും ആദ്യത്തെ കാലഘട്ടത്തിലുള്ള പൂർവികന്മാരൊക്കെയുണ്ട്. And in the next classes of compartments, Moses and the people of Israel and such people.
ഇതാ എന്നാൽ രണ്ടാമത്തെ തരം കമ്പാർട്ട്മെന്റിൽ മോശ, ഇസ്രായേൽ മക്കൾ, അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലുള്ളവർ. Then comes Jesus period. ഇതാ യേശുവിന്റെ കാലഘട്ടം വരുന്നു. They are in the other compartments. അവർ മറ്റൊരു കമ്പാർട്ട്മെന്റിലാണ്. But lastly there comes first class compartments. എന്നാൽ ഏറ്റവും അവസാനമായി ഇതാ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ് വരികയാണ്. And we are in those compartments. നാമാണ് ആ കമ്പാർട്ട്മെന്റിൽ How do you കയറിയിരിക്കുന്നത്. know that? എങ്ങനെ അതറിയാൻ കഴിയും? Let us read Hebrews chapter 11. നമുക്ക് എബ്രായ ലേഖനം 11 വായിക്കാം. Verses 39 and 40. 39 40. These were all commended for their faith, yet none of them received what had been promised, since God had planned something better for us, so that only together with us would they be made perfect. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. We are the most privileged people. നാമാണ് ഏറ്റവും ഭാഗ്യം ലഭിച്ച ആളുകൾ. Hallelujah. Hallelujah. Everything before that was just a rehearsal and preparation. അതിനു മുൻപ് നടന്നതൊക്കെയും അതൊരു റിഹേഴ്സലും ഒരുക്കവും We മാത്രമായിരുന്നു. who are living in the grace ages, we have all the privileges. എന്നാൽ ഇന്ന് ഈ കൃപായുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് വലിയ പദവിയും ഭാഗ്യവും ലഭിച്ചിരിക്കുകയാണ്. Would you shout hallelujah for that? അതിനുവേണ്ടി ഉറക്കിയൊരു ഹല്ലേലൂയ. One more hallelujah. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. Now let me tell you, Romans chapter 15 and verse number 4 says, റോമാലേഖനം 15:4 പറയുന്നു, for everything that was written in the past was written to teach us, so that through the endurance taught in the scriptures and the encouragement they provide, we might have hope. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാക്കുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. So how should we observe the Old Testament scriptures? നാം എപ്രകാരമാണ് പഴയ നിയമത്തിലെ തിരുവെഴുത്തുകളെ കാണേണ്ടത്? Paul says everything that was written in the past, that means in the Old Testament, was written to teach us. ഇവിടെ പൗലോസ് പറയുന്നു മുന്നെഴുതിയിരിക്കുന്നത്, അതായത് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും നമുക്ക് ഉപദേശത്തിനായിട്ടാണ്. That means we can use the scriptures to teach people. അതിന്റെ അർത്ഥം ആ തിരുവെഴുത്തുകൾ ആളുകളെ പഠിപ്പിക്കുവാനായി നമുക്ക് ഉപയോഗിക്കാം. We can use the Old Testament scriptures to teach ourselves. നമ്മെ തന്നെ പഠിപ്പിക്കുവാൻ, ഉപദേശിക്കുവാൻ പഴയ നിയമത്തിലെ തിരുവെഴുത്തുകൾ നമുക്ക് ഉപയോഗിക്കാം. So that through the endurance taught in the scriptures and the encouragement they provide, we might have hope. നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാക്കുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ. Hallelujah. So ultimately when we study the Old Testament scriptures, they are proven, they happened in the Old Testament history, we can receive hope in God. നാം പഴയ നിയമത്തിലെ തിരുവെഴുത്തുകളെ പഠിക്കുമ്പോൾ അത് തെളിയിക്കപ്പെട്ടതാണ്, അത് ദൈവത്തിന്റെ പ്രത്യാശയാൽ നിറഞ്ഞതാണ്. അത് നമ്മൾ പഠിക്കുമ്പോൾ അത് നമുക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നതാണ്. Now let's march to 2 Timothy chapter 3 verse number 16 and 17. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് 2 തിമോത്തിയോസ് 3:16-17 വായിക്കാം. When I gave you the first part of the message, I already gave these verses. ഞാൻ ആദ്യത്തെ ഭാഗം നൽകിയപ്പോൾ തന്നെ ഈ വചനങ്ങൾ നൽകിയിരുന്നു. But let's have a refreshment. വീണ്ടും നമുക്കൊന്ന് പുതുക്കാം. 2 Timothy chapter 3 verse number 16 and 17. All scripture is God breathed and is useful for teaching, rebuking, correcting and training in righteousness, so that the servant of God may be thoroughly equipped for every good work. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. So here Paul again says all scripture is God breathed. That means the breath of God is contained in the scriptures. ഇത് പൗലോസ് പറയുകയാണ് സകല തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. അതിനർത്ഥം സകല വചനത്തിലും ദൈവത്തിന്റെ ശ്വാസം അടങ്ങിയിരിക്കുന്നു. God breathed means the spirit of God is
in the scriptures. ദൈവം ശ്വസിച്ചു എന്നതിന്റെ അർത്ഥം എല്ലാ വചനത്തിനകത്തും ദൈവത്തിന്റെ ആത്മാവ് അടങ്ങിയിരിക്കുന്നു. In connection with this verse that I can give you is John chapter 6 and verse number 63. യോഹന്നാന്റെ സുവിശേഷം 6:16 ഇതിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് നൽകട്ടെ. Jesus says, in the word there is life and spirit. വചനത്തിനകത്ത് ജീവനും ആത്മാവുമുണ്ട്. Hallelujah. Hallelujah. Everybody shout spirit. എല്ലാവരും പറയുക ആത്മാവ്. Everybody shout life. പറയുക ജീവൻ. Hallelujah. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി സിസ്റ്റർ പറഞ്ഞത് 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ 9 വർഷമായിട്ടുണ്ടായിരുന്ന ആ തലവേദന പൂർണ്ണമായിട്ട് മാറിപ്പോയി. തന്നെയുമല്ല, തൻ്റെ കൈ തനിക്ക് ഉയർത്താൻ സാധിച്ചു. പെടലിക്ക് ഏതാണ്ട് 6 മാസത്തോളം പെടലിക്ക് കോളറിട്ടുകൊണ്ടാണ് താൻ നടന്നിരുന്നത്. അത് മാറ്റി ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല, തലവേദനയില്ല, പെടലി വേദനയില്ല, കൈ തനിക്ക് നന്നായിട്ട് ഉയർത്താൻ സാധിക്കുന്നുണ്ട്. ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. താൻ പറഞ്ഞ സാക്ഷ്യം ഇങ്ങനെയാണ്. കഴിഞ്ഞ 9 വർഷമായി തൻ്റെ വലതുവശത്തുള്ള കണ്ണ്, ഈ ഭാഗം മൊത്തം, തലയുടെ ഈ ഭാഗം വലതുവശം മുഴുവനും, അതുപോലെ തന്നെ വലതുവശത്തെ കൈ, പെടലി മൊത്തം വേദനയായിരുന്നു. 9 വർഷമായിട്ട് ഇത് ഉണ്ടായിരുന്നു. താൻ പലതവണ പല ഡോക്ടേഴ്സിൻ്റെ അടുക്കൽ ചെന്നു. പക്ഷേ ഒരു ദിവസം ഒരു ഡോക്ടറുടെ അടുക്കൽ ചെന്നപ്പോൾ സ്കാൻ ചെയ്യിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞു തൻ്റെ തലയിലെ ഒരു ഞരമ്പിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. അതുകൊണ്ടാണ് ഈ തലവേദനയും കണ്ണിൻ്റെ വേദനയും പെടലി വേദന എല്ലാം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. താൻ അതിനുവേണ്ടി തുടർമാനമായി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരു കുറവും വന്നില്ല. നമ്മുടെ പ്രാർത്ഥനകളിൽ പങ്കെടുത്തു. കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ വന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. അപ്പോഴൊക്കെ ഡാമിയൻ ബ്രദർ പ്രാർത്ഥിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. പക്ഷെ അതിനുശേഷം ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തതിന് ശേഷം ഒരു ദിവസം ആ ആരാധനയിൽ ഡാമിയൻ ബ്രദർ വിളിച്ചു പറഞ്ഞു, ഞരമ്പ് സംബന്ധമായി വേദന അനുഭവിക്കുന്ന വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുവെന്ന് ഞായറാഴ്ചത്തെ ആരാധനയിൽ ലൈവ് ടെലികാസ്റ്റിലൂടെ താൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെ വിളിച്ചു പറഞ്ഞ സമയത്ത് താൻ തനിക്ക് വേണ്ടിയിട്ടാണത് പറഞ്ഞതല്ലോ എന്ന് പറഞ്ഞ് താൻ ഏറ്റെടുത്തു. സിസ്റ്റർ പറഞ്ഞത് 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ 9 വർഷമായിട്ടുണ്ടായിരുന്ന ആ തലവേദന പൂർണ്ണമായിട്ട് മാറിപ്പോയി. തന്നെയുമല്ല, തൻ്റെ കൈ തനിക്ക് ഉയർത്താൻ സാധിച്ചു. പെടലിക്ക് ഏതാണ്ട് 6 മാസത്തോളം പെടലിക്ക് കോളറിട്ടുകൊണ്ടാണ് താൻ നടന്നിരുന്നത്. അത് മാറ്റി ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല, തലവേദനയില്ല, പെടലി വേദനയില്ല, കൈ എനിക്ക് നന്നായിട്ട് ഉയർത്താൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഈ സഹോദരി പറയുന്നത്. കർത്താവിനെ സ്തുതിക്കാമോ? സിസ്റ്ററെ, ഇപ്പൊ പെടലി ഒന്ന് തിരിച്ചു കാണിച്ചേ. എങ്ങനെയുണ്ട് മാ? കുഴപ്പമില്ല, ഇപ്പൊ വേദനയൊന്നുമില്ല. ഇപ്പൊ എത്ര നാളായി ഇത് മാറിയിട്ട്? 9 മാസമായി. 9 മാസം. ഓ, ഇപ്പൊ കഴിക്കുന്നില്ല. മറ്റേത് ഒത്തിരി ഗുളിക കഴിച്ചിരുന്നോ? കുറെ ഗുളികകൾ കഴിച്ചിരുന്നു. എത്ര ഗുളിക കഴിച്ചിരുന്നു ഒരു ദിവസം? 7 ഗുളിക കഴിക്കുമായിരുന്നു. 7 ഗുളികയോ? എൻ്റെ കർത്താവേ, അത്രയൊക്കെ ഗുളിക കഴിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകാൻ പോവുകയാണ്. എത്ര പേര് ആമേൻ പറയും? ഇപ്പൊ ഒരു ഗുളികയില്ല, ഒരു ഗുളികയും കഴിക്കുന്നില്ല. താൻ അതിനുശേഷം ഒരു സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടേഴ്സ് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് കൊടുത്ത റിസൾട്ടുമായിട്ടാണ് താൻ ഇവിടെ ഇന്ന് വന്നിട്ടുള്ളത്. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? ഒരു കുഴപ്പമില്ല എന്നുള്ള റിസൾട്ട്. ഇപ്പോൾ ഞരമ്പ് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്? ബ്ലഡ് സർക്കുലേഷൻ കുറവാണെന്നാണ് ന്യൂറോളജി കാണിച്ചവൻ പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ. പക്ഷേ ഒരൊറ്റ പ്രാർത്ഥനയിൽ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം കർത്താവ് ക്ലിയർ ആക്കി തീർത്തു. ഹല്ലേലൂയ. കൈകൾ നീട്ടി ഈ മകളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ മകളെ അനുഗ്രഹിക്കുന്ന കർത്താവെ, നീ കൊടുത്ത വിടുതലിനായി നന്ദി, സൗഖ്യത്തിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇപ്പോൾ കേട്ട ദൈവിക സന്ദേശത്തിൻ പ്രകാരം, അത്ഭുത സാക്ഷ്യം പ്രകാരം നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. വരൂ, നമുക്ക് വിശ്വാസത്തോടെ അത്ഭുതത്തിനായി പ്രാർത്ഥിക്കാം. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കണ്ണുകൾ അടച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാൽ, കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വിവിധ രോഗങ്ങളിൽ ഭാരപ്പെടുന്ന
വ്യാകുലപ്പെടുന്ന ഓരോ വ്യക്തികളെയും അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൻ്റെ വിവിധ സന്ധികളിൽ നീര് വെച്ചിട്ടുള്ള ചില വ്യക്തികൾ ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ നീര് പരിപൂർണമായിട്ടും ഇപ്പോൾ വറ്റട്ടെ കർത്താവെ. അത്ഭുതകരമായ സൗഖ്യം ഈ സമയത്ത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ സന്ധിവാദം യേശുവിൻ നാമത്തിൽ അത് മാറിപ്പോകട്ടെ കർത്താവെ. ആമവാദം ഇപ്പോൾ സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ ശക്തി ഈ സമയത്ത് ശരീരങ്ങളിൽ ഇറങ്ങി വന്ന് പരിപൂർണ വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെവിക്കകത്ത് എപ്പോഴും വേദന അനുഭവപ്പെടുന്ന ഒരു വ്യക്തി, എന്തോ ചെവിക്കകത്ത് ഇരിക്കുന്നത് പോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് വേദന അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ ചെവി പരിപൂർണമായിട്ടും സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. എല്ലാ വിധത്തിലുള്ള ആർത്രൈറ്റീസും ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റീസ് തുടങ്ങി നേരത്തെ ഞാനത് സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ അതിൻ്റെ മേൽ ദൈവം ഒരു വലിയ ജയം നൽകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത്തരത്തിലുള്ള എല്ലാവിധ ആർത്രൈറ്റീസും ഈ സമയത്ത് സൗഖ്യമാകട്ടെ കർത്താവെ, സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. വല്ലാത്ത നടുവേദന അനുഭവപ്പെടുന്ന ഒരു വ്യക്തി, ജോലിക്ക് പോയിട്ട് നിങ്ങൾ ആഴ്ചകളായി, അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ കരവിത വരികയാണ്. യേശുവിൻ്റെ സ്പർശനം, സൗഖ്യത്തിൻ്റെ സ്പർശനം ഈ സമയത്ത് കർത്താവ് അയക്കുന്നു. ഇപ്പോൾ സൗഖ്യമാവുകയാണ്. എല്ലാവിധ രോഗികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗികൾ ഓരോ വ്യക്തികളും കർത്താവെ അങ്ങയുടെ നാമത്താൽ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവെ. അങ്ങ് വിടുവിച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കാനായിട്ട് പോകുന്നത് ഈ വെള്ളിയാഴ്ച കണ്ണൂരിൽ വെച്ചിട്ടാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ തന്നെ ശനിയാഴ്ച സുൽത്താൻ ബത്തേരിയിലാണ് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ മറ്റൊരു വിശേഷപ്പെട്ട ഒരു ദിവസം കൂടെ ഈ ആഴ്ചയിലുണ്ട്. ഈ വരുന്ന ഞായറാഴ്ച, അതായത് ഓഗസ്റ്റ് 6-ാം തീയതി, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഞായറാഴ്ച എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററിലും പ്രത്യേകമായി സംഭവിക്കാൻ ഫ്രീഡം സൺഡേ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഞായറാഴ്ചയായിട്ട് എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററുകളും കൊണ്ടാടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കടമോ അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളുടെ വലിയൊരു അടിമത്വത്തിലാണ് നിങ്ങളിപ്പോൾ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദുശീലത്തിൻ്റെ അടിമത്വത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ഏതെങ്കിലും ബന്ധനങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബ്ലെസ്സിങ് സെൻറ്ററിൽ എത്തിച്ചേരുക. ഈ ഫ്രീഡം സൺഡേയിൽ ഞാൻ വിശ്വസിക്കുന്നു സർവ്വത്തിനും മാറ്റം വരുത്തുന്ന, സർവ്വ ബന്ധനങ്ങളെയും അഴിച്ചു മാറ്റുന്ന, സകല ദുശീലങ്ങളെയും എടുത്തു മാറ്റുന്ന യേശുവിൻ്റെ ആത്മാവ് അവിടെ പ്രവർത്തിക്കപ്പെടുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ആ കാര്യത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് വരുന്ന ഞായറാഴ്ച എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററിലും രാവിലെ 10 മണിക്ക് നടക്കുന്ന ആരാധനയിൽ വന്ന് പങ്കെടുക്കുവാനായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.